ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബീരാൻ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടുകാരുമായിട്ട് ഇവിടെ നിന്ന് പോകണം, എനിക്കിനി അവരെ ഇറക്കുന്ന ടൈമിലൊക്കെ അവിടെ നിൽക്കാനുള്ളതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ബീരാനിക്ക, അതൊന്നും നടക്കത്തില്ല. അശോകനങ്ങളും അച്ഛനും രണ്ടുപേരല്ല ഒരാളാണ്, എല്ലാ ചടങ്ങുകളും തീർന്നിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ബീരാൻ അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ശ്രുതി നീ പറഞ്ഞത് പ്രകാരം ഇത്ര നേരം ഞാൻ മാറി നിന്നു, അവൻ്റെ കല്യാണം പോലും ഞാനൊരു അന്യനെ പോലെ ദൂരെ നിന്നാണ് കണ്ടത്. ഇനി എനിക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല, നീ എത്രയും വേഗം അവരെയും കൊണ്ട് പോകണം, അല്ലെങ്കിൽ എൻ്റെ കൈവിട്ടെല്ലാം പോവേ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പേടിപ്പിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എനിക്ക് ഉറപ്പില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ശ്രുതിയോടായിട്ട് പോയി പറയുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും, ശ്രുതി നമുക്ക് ഷോറൂം തുറക്കണ്ടേ, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരിക്കും, ഞായറാഴ്ച ആയിരിക്കും കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഷോറൂം തുറക്കാം ശ്രുതി ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാ, ഷോറൂം തുറന്നിടാം, വന്ന കസ്റ്റമേഴ്സിനെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞങ്ങൾക്കും ഇറങ്ങാം, ഇവിടത്തെ എല്ലാം കഴിഞ്ഞില്ലേ, കല്യാണമൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു, ഇനി നമുക്കും ഇറങ്ങാം ചന്ദ്ര എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയും അത് സമ്മതിക്കുന്നുണ്ട്. ശ്രീകാന്തും വർഷയാവട്ടെ റിസോർട്ടിലോട്ട് പോവാണ്, അവർ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവരപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. സച്ചിൻ രേവതിയും അപ്പോൾ കൂട്ടത്തിൽ ഇറങ്ങുവാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവും, കാരണം കുടുംബം മൊത്തം കല്യാണം കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയല്ലേ, സമാധാനം ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടി അശോകൻ അങ്കിളിനോട് യാത്രയൊക്കെ പറഞ്ഞ വണ്ടിയിലോട്ട് കയറുന്നുണ്ട്. അശോകൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഭക്ഷണം കഴിയുമ്പോൾ തന്നെ പോവാണോ, കുറച്ച് നേരം കൂടി നിൽക്കുക, നിങ്ങളൊന്നും ഇപ്പോൾ പോകേണ്ട ആൾക്കാരല്ല, ഇവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അശോക എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, ഇനിയും വരാലോ, ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട്. എല്ലാവരും കാറിൽ കയറി പോകുമ്പോഴേക്കും ശ്രുതിയോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബീരാനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ബീരാനോടായിട്ട് പറയുന്നുണ്ട്, എന്താ നോക്കുന്നേ, അവരെല്ലാവരും പോയി, ഇനി ധൈര്യത്തിൽ ബീരാനിക്ക അങ്ങോട്ടേക്ക് ചെന്നോളൂ, ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ തന്നെ നിന്ന് അവരെ അനുഗ്രഹിച്ചോളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ബീരാന് സന്തോഷമാവാണ്. താങ്ക് യു ശ്രുതി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്നും പോവാണ്. അങ്ങനെ ശ്രുതിയും സമാധാനത്തോടെ വണ്ടി കയറി നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. പക്ഷേ പകുതി വഴി എത്തുമ്പോഴേക്കും നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു കുറ്റബോധം തോന്നുവാണ്. രേവതി, നമ്മളുടെ അടുത്ത് മുമ്പിൽ നിന്നാണ് അശോകനങ്കിൾ ഈ കല്യാണം നടത്താൻ പറഞ്ഞത്, കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞതുവാ, അവർ ഹോളിൽ നിന്ന് ഇറങ്ങാതെ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ, വാ രേവതി നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി സമ്മതിക്കുന്നുണ്ട്, ശരിയാ സച്ചിയേട്ടാ, നമ്മൾ ഇറങ്ങിയത് ശരിയായില്ല, കൂടെ തന്നെ നിൽക്കണമായിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വരെ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തിരിച്ച് ഹോളിലോട്ട് തന്നെ പോവാണ്. ബാക്കിയുള്ളവർ വേറെ കാറിലാണല്ലോ, സച്ചിൻ രേവതി മാത്രമാണ് അവരുടെ കാറിൽ. അപ്പോൾ ഇവരുടെ കാർ നേരെ മണ്ഡപത്തിലോട്ട് തിരിക്കുവാണ്. നമ്മുടെ ശ്രുതി ഇതൊന്നും അറിയുന്നില്ല. ശ്രുതി നല്ല സമാധാനത്തിൽ ബീരാനിക്കാൻ ആരും കണ്ടില്ലല്ലോ എന്നോർത്ത് സമാധാനത്തിൽ ചന്ദ്രോദയത്തിലോട്ട് പോയിരിക്കുവാണ്. അപ്പോൾ സച്ചിൻ രേവതിയും അവിടെ മണ്ഡപത്തിലോട്ട് കയറുമ്പോഴേക്കും ചെക്കനും പെണ്ണും എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങുന്ന ടൈമാണ്, വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ടൈമാണ്. അപ്പോൾ അവിടെ മുമ്പിൽ നമ്മുടെ ബീരാനിക്കയും ഉണ്ടാവുകയെ. അപ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടാ ദേ അങ്ങോട്ട് നോക്കിക്കേ, അത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി നോക്കുന്നുണ്ട്. ശരിയാണല്ലോ രേവതി, ഇയാളെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുവാണ്. ബീരാനിക്ക അപ്പോൾ ആ ടൈമിൽ ഇവരെ കണ്ടിട്ടില്ലേ, അവരെ അനുഗ്രഹിക്കുന്ന തിരക്കിൽ അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് മാറി നിൽക്കുവാണ്. അപ്പോഴേക്കും അശോകനങ്കിൾ സച്ചിനെയും രേവതിനെയും കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പോയില്ലല്ലേ, എനിക്കറിയാം നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ലെന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിയെ പോലെ തന്നെയല്ലേ മാളു, വാ സച്ചി രേവതി എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അശോകനങ്കിളെ അതാരാന്ന് ചോദിച്ച് ബീരാനെ ചൂണ്ടിക്കാണിക്കുവാണ്. അപ്പോൾ അശോകനങ്കിൾ പറയുന്നുണ്ട്, അതല്ലേ നമ്മുടെ ഫെബിൻ്റെ മാമൻ എന്ന് പറഞ്ഞിട്ട് ബീരാനെ വിളിക്കുവാണ്. ബീരാൻ ഇവരെ കാണുന്നതും ആകെ ഷോക്കാവാണ് കേട്ടോ. ഇവർ പോയെന്നുള്ള ധൈര്യത്തിലാണല്ലോ അങ്ങോട്ടേക്ക് കയറി വന്നത്, ഇവർ പോയില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബീരാൻ്റെ മനസ്സിൽ വരുവാണ്. ബീരാൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അശോകനങ്കിൾ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വാ, കുറേ നേരമായി ഫെബിൻ്റെ മാമനെ ഇവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല, ഇപ്പം ഏതായാലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് വാ ബീരാനിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അശോകനങ്കിൾ ബീരാനെ വിളിച്ചുകൊണ്ടും പോവാണ്. അപ്പോഴേക്കും സച്ചിൻ രേവതിയും ഇങ്ങനെ നല്ല സൂക്ഷിച്ച് നോക്കുവാണ് ബീരാനെ. ബീരാൻ ഒന്നും മിണ്ടാതെ പരിങ്ങുവാണ് അവിടെ നിന്നിട്ട്. എന്നിട്ട് അശോകനങ്കിൾ ഇവരുടെ മുമ്പിലായിട്ട് പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഫെബിൻ്റെ ഒരേ ഒരു മാമൻ, ഈ മാമന് അങ്ങനെയല്ല കേട്ടോ, ഫെബിൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മോനെ പോലെ തന്നെയാണ്.
സച്ചിനെയും രേവതിനെയും പോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് ദേ ഈ ഫെബിൻ്റെ മാമനാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ സച്ചിൻ രേവതിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഇറച്ചിക്കടയൊക്കെ ഉണ്ടെന്ന്, അത് ഇയാളുടെയാണെന്നൊക്കെ പറഞ്ഞ് ബീരാനെ കാണിക്കുന്നുണ്ട്. ഇറച്ചിക്കട മാത്രമല്ല കേട്ടോ, അഭിനയവും വശമുണ്ട്. ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചില സിനിമകളിൽ മുഖവും കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ഒന്ന് ആക്കുന്നുണ്ട്. ശരിയാ ശരിയാ, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ മറ്റേ ഇളയച്ചൻ്റെ വേഷം അഭിനയിച്ച നാടകം, അതിലെ അഭിനയം സൂപ്പറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് രേവതി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ബീരൻ അത് മനസ്സിലാവുന്നുണ്ട്. സച്ചിയേട്ടൻ കണ്ടിട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു കേട്ടോ ആ ഇളയച്ചൻ്റെ വേഷം എന്ന് സച്ചിയും പറയുന്നുണ്ട്. ആ വേഷം അത്രയും ഗംഭീരമാക്കിയതിന് ഈ മാമന് നമുക്കൊരു സ്വീകരണം കൊടുക്കണ്ടേ രേവതി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പിന്നെ അത് വേണം, എന്നാ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുമ്പോൾ ബീരാൻ ഒന്നും മിണ്ടുന്നില്ലേ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമാവും, എല്ലാവരുടെ മുമ്പിലും താനൊരു കള്ളനാണെന്നുള്ളൊരു ചീത്തപ്പേര് വരും. ഇത്രയും വലിയൊരു നാടകം, ഒരു കുടുംബത്തെ മൊത്തം പറ്റിക്കുമായിരുന്നില്ല താനെന്നുള്ളൊരു കുറ്റബോധം ബീരാൻ്റെ ഉള്ളിലുണ്ട്. അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെബിൻ്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെ മാളുവിൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു നാണക്കേടാവും, താൻ എല്ലാവരുടെ മുമ്പിലും അപമാനിതനാവും എന്നുള്ളൊരു കുറ്റബോധം ബീരാൻ്റെ മുമ്പിൽ ഉള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ സച്ചിയുടെയും രേവതിയുടെയും കൂടെ ബീരാൻ പോവാണ്. പുറത്തെത്തുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, സച്ചിൻ രേവതിയും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇനി ബീരാനിക്ക ഒന്നും ഒളിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല, പറ എന്താ സത്യങ്ങളെന്ന് പറയുമ്പോഴേക്കും ബീരാൻ എല്ലാ സത്യങ്ങളും സച്ചിക്കും രേവതിക്കും മുമ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ഈ സത്യങ്ങളൊക്കെ വീട്ടിൽ വന്നും പറയണം, എനിക്ക് ചിലവരുടെ മുഖം മൂടികൾ പൊളിച്ചു കളയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബീരാനെ കൂട്ടിയിട്ട് നമ്മുടെ സച്ചിൻ രേവതിയും നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. എന്നിട്ട് ആദ്യം ബീരാനെ പുറത്ത് നിർത്തിയിട്ട് സച്ചിൻ രേവതിയും കൂടി അകത്തോട്ട് കയറുവാണ്. അച്ഛാ അമ്മേ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഹാളിലോട്ട് ഒത്തുകൂട്ടുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും ശ്രുതിയൊക്കെ റൂമിലിരുന്ന് റെസ്റ്റ് എടുക്കുമായിരിക്കും ആ ടൈമിൽ. ശ്രുതി പറയുന്നുണ്ട്, എന്താ അമ്മേ, ഞാൻ കുറച്ച് നേരം ഒന്ന് മുറിയിൽ കിടന്നിട്ട് ഷോറൂം തുറക്കാൻ വേണ്ടി പോവായിരുന്നു, ഇവൻ എന്തിനാ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടിയെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവൻ ഒന്നുമില്ലാതെ ഇങ്ങനെ എല്ലാവരെയും വിളിക്കില്ലല്ലോ, അവൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന്. അച്ഛാ ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും, ചടങ്ങോ, എന്ത് ചടങ്ങ്? ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു മുഖ്യ അതിഥി എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, മുഖ്യ അതിഥിയോ, നീ എന്തൊക്കെയാണ് ഈ സച്ചി പറയുന്നത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ സംഭവങ്ങൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ആ മുഖ്യ അതിഥി വന്ന് പറയും, ചിലരുടെ മുഖമോടികളൊക്കെ ഇന്നിവിടെ അഴിഞ്ഞു വീഴും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, തനിക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നു ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. സച്ചി എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്, പക്ഷേ അത് ബീരാൻ്റെ വിഷയമാണെന്ന് ശ്രുതി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ രവീന്ദ്രൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് സച്ചി നീ പറയുന്നത്, മുഖ്യ അതിഥിയോ, ആരാ അതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇളയച്ചൻ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ഇളയച്ചനോ, ഏതിളയച്ചൻ? നമ്മുടെ ഇളയച്ചൻ അച്ഛാ, അച്ഛൻ തന്നെ കാണ്, രേവതി ഇളയച്ചൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട് സച്ചിയേട്ടാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ഒച്ചത്തി വിളിക്കുവാണ്, ഇളയച്ച ഇങ്ങോട്ട് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ ബീരാൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് അകത്തോട്ട് ചന്ദ്രോദയത്തിൻ്റെ അകത്തോട്ട് കയറുവാണ്. അത് കാണുമ്പോഴേക്കും ഇളയച്ചനെ കാണുന്നതും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവാണ്. ശ്രുതിക്ക് ടെൻഷൻ കൂടി വരുവാണ്. ബീരാനിക്ക് എന്താ ഇവിടെ എന്നൊക്കെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട് ശ്രുതിയുടെ കുറേ. നമ്മുടെ ചന്ദ്രയും ശ്രുതിയും അതേസമയം സന്തോഷത്തിലാണ്, കാരണം ശ്രുതിയുടെ ഇളയച്ചനല്ലേ വന്നിരിക്കുന്നത്, അവരുടെ മുഖത്ത് സന്തോഷഭാവമാണ്. പക്ഷേ നമ്മുടെ ശ്രുതിയുടെ മുഖത്താണെങ്കിലോ ടെൻഷൻ ഭാവവും, ഇളയച്ചൻ്റെ മുഖത്തും അതേ സെയിം മുഖഭാവമാണ്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ നാളത്തോടെ എല്ലാം തീരുവാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.